എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മൈസ്റ്റാരിലേക്ക് സ്വാഗതം. മൂലം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഡിസംബർ 2025 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. മൂലം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഡിസംബർ 2025 എങ്ങനെയാണെന്ന് നോക്കാം. Queen of Swords, Four of Wands, Eight of Swords, Six of Cups, Sun energy, അതുപോലെ തന്നെ 3 of Pentacles. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം പൊതുവേ സന്തോഷം നിറഞ്ഞൊരു സമയമാണ്. ആദ്യം തന്നെ ക്യൂൺ ഓഫ് സോർട്സ് എനർജി കണക്ഷൻസ് ആണ്. ആഗ്രഹിച്ച് കാത്തിരുന്ന ആ ഒരു ജോലി കിട്ടുന്ന ഒരു സന്തോഷമാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഗവൺമെൻറ് ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ളവരാണ്, ഇതുവരെ ജോലി റെഡി ആയിട്ടില്ലെങ്കിൽ ജോലി റെഡി ആകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തൃപ്തിയും സന്തോഷവും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. അതായത് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്ന അവസരം വരുന്നതിൻ്റെ ഒരു തൃപ്തി സന്തോഷമൊക്കെ ഈ ഒരു മാസത്തിൽ കാണിക്കുന്നുണ്ട്. ഒത്തിരി ബുദ്ധിപരമായിട്ടുള്ള, അതായത് ബുദ്ധി ഉപയോഗിച്ച് അല്ലെങ്കിൽ ബ്രെയിൻ ഒത്തിരി വർക്ക് ചെയ്യേണ്ടി വരുന്ന തരത്തിലുള്ള ജോലി കൂടുതലായിട്ട് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നുകിൽ ഒരു വക്കീലാവാം, അല്ലെങ്കിൽ ഒരു പ്രൊഫസർ, അല്ലെങ്കിൽ ഒത്തിരി ബുദ്ധിപരമായിട്ടുള്ള ബിസിനസ് ഡീലിങ്സ് ചെയ്യുന്ന ആളുകൾ, ഒരു ബിസിനസ് മാഗ്നറ്റ്, ആ ഒരു എനർജി, സ്കോളർ, ഒരു റിസർച്ചർ, അക്കാഡമിക്സിൽ നല്ലൊരു സ്ഥാനത്തൊക്കെ എത്താനുള്ള അവസരമുണ്ട്. ഇന്ന ജോലികളിൽ നിൽക്കുന്ന ആളാണെങ്കിലും അങ്ങനെയുള്ള ജോലികളിൽ സാധ്യതകൾ, പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. വളരെയധികം അടുത്തിടയ്ക്കായിട്ട് ഇമോഷണലി ഒത്തിരി സങ്കടം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർ അതിൽ നിന്ന് കരകയറുന്നുണ്ട്. ഇപ്പോൾ വിവാഹബന്ധം വേർപെടുത്തുന്നതോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും വിയോഗം അല്ലെങ്കിൽ മരണമൊക്കെ ആരുടെയെങ്കിലും ഒക്കെ നിങ്ങളെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പതുക്കെ നിങ്ങൾ കരകയറുന്ന ഒരു സമയമാണ്. ഒത്തിരി നാളുകളായിട്ട് അത് നിങ്ങളെ വല്ലാതെ ഉലച്ച് കളഞ്ഞൊരു സിറ്റുവേഷൻ ആയിരിക്കാം. പക്ഷെ അതിൽ നിന്ന് നിങ്ങളിപ്പോൾ കരകയറുന്നുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ട് നിലകൊള്ളുന്നു, സ്ട്രോങ് വിൽഡായിട്ട് നിൽക്കുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യം, ജീവിതത്തിലുണ്ടായിട്ടുള്ളൊരു നഷ്ടം, അതിൽ നിന്ന് കോപ്പപ്പ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ജീവിതം ഇനിയും ബാക്കിയുണ്ട് എന്നുള്ളതും, ചില ആളുകളെ സംബന്ധിച്ച് ചിലപ്പോൾ സിംഗിൾ പാരൻ്റ് ആയിരിക്കാം. ഇപ്പോൾ അച്ഛനോ അമ്മയോ അവർക്ക് കുട്ടികൾ എന്നുള്ള രീതിയിൽ ഒരു അമ്മയായിട്ടോ അച്ഛനായിട്ടോ ആ ഒരു രീതിയിൽ മുന്നേറുന്നു എന്നുള്ളതും, അതുകൊണ്ട് തന്നെ മുന്നോട്ടേക്ക് പോകണം എന്നുള്ളൊരു ചിന്തയൊക്കെ മനസ്സിലുണ്ട്. പുതിയ അവസരങ്ങൾ വരുന്നുണ്ട്, പോസിറ്റീവ് ഗ്രോത്ത് ജീവിതത്തിൽ കാണിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ ഒത്തിരി തൃപ്തി തരുന്ന ഒരു കാര്യം കൂടിയിട്ടാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളതും സൂചിപ്പിക്കുന്നത്. ലൈഫ് പേർപ്പസ് നിങ്ങൾക്ക് എന്ന് പറയുന്നത് ജീവിതത്തിൽ എങ്ങനെയും മുന്നോട്ടേക്ക് പോവുക എന്നുള്ളത്, ആ ഒരു ചിന്തയാണ് നിങ്ങളെ മുന്നോട്ടേക്ക് നയിക്കുന്നത് എന്ന് കൂടിയിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് 4 of Wands എനർജിയാണ്. ഫൈനലി ഇതൊരു ആഘോഷമാണ്. ഇപ്പോൾ ഈ ആഘോഷം ഓരോരുത്തരെ സംബന്ധിച്ച് വ്യത്യസ്തമായിരിക്കും. റിലേഷൻഷിപ്പ് കാണിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ പ്രണയം, വിവാഹം കാര്യങ്ങളൊക്കെ ഉണ്ട്. വിവാഹം നടക്കുന്ന ഒരു സമയമാണ്. അതേപോലെ പ്രണയം വിവാഹത്തിലേക്ക് എത്തുന്ന സിറ്റുവേഷൻ ആകാം ചില ആളുകളെ സംബന്ധിച്ച്. ആഘോഷങ്ങൾ, സന്തോഷങ്ങളുടെയൊക്കെ സമയമാണ്. അപ്പോൾ വിവാഹം അല്ല എങ്കിൽ മറ്റു തരത്തിൽ എന്തെങ്കിലും പാർട്ട്ണർഷിപ്പും ആവാം. അതായത് ബിസിനസ്സോ മറ്റു കാര്യങ്ങളുടെയോ അങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ ഒരു തൃപ്തിയും സന്തോഷവും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 4 of Wands എനർജി എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒത്തിരി സന്തോഷം അനുഭവിക്കുന്ന സമയത്തിലൂടെ കടന്നു പോകുന്ന ഒരു കാര്യമാണ് ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്ന ഒരു റിവാർഡ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് സമ്മാനം വാങ്ങിക്കുന്നൊരു എനർജിയാവും. ഇപ്പോൾ പ്രണയം, അതിനുശേഷം അതൊരു വിവാഹത്തിലേക്ക് കലാശിക്കുന്നതിൻ്റെ സന്തോഷമാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിയിൽ പ്രമോഷനോ കാര്യങ്ങളോ ലഭിക്കുന്നതാവാം. അതേപോലെ ഫിനാൻസ് നല്ല രീതിയിൽ ഗുഡ് ഷേപ്പിലാണ് എന്നുള്ളതും ആവാം ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ എന്താണോ ഹൂ യു ആർ, അത് നിങ്ങൾക്ക് ഈ ലോകത്തിൻ്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. സെലിബ്രേഷൻ്റെ സമയമാണ്. ഇറ്റ്സ് ഗുഡ് ടൈം ഫോർ സെലിബ്രേഷൻ. അതേപോലെ തന്നെ എന്താ പറയുക, ഒരു പോസിറ്റീവ് എനർജി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രോപ്പർട്ടിയുമായിട്ടുള്ള ബന്ധപ്പെടുത്തിയിട്ട്, അപ്പോൾ അത് നിങ്ങൾ സ്ഥലം എന്തെങ്കിലും ഉണ്ട് എങ്കിൽ അത് അവിടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും, ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ, ഫിനാൻഷ്യൽ ഗെയിൻ ലൈഫിലുണ്ടാകുന്നു എന്നുള്ളതാവാം. വളരെ മോഡസ്റ്റായിട്ട്, എത്ര ഉയരത്തിലെത്തിയാലും വളരെ എന്താ പറയുക ലാളിത്യം ഇഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം എന്നുള്ളത് കൂടി ഇവിടെ കാണിക്കുന്നുണ്ട്.
എന്തായാലും ഒത്തിരി സന്തോഷം നിറഞ്ഞ സമയത്തിലൂടെ കടന്നു പോകുന്ന ഒരു മാസമായിരിക്കും ഇത്. പിന്നെ 8 ഓഫ് സോഡ്സ് എനർജിയാണ്. അപ്പോൾ അടുത്തിടയ്ക്കായിട്ട് നിങ്ങൾക്ക് ഒത്തിരി മനോവിഷമങ്ങൾ ഉണ്ടായിരുന്നതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് കുറഞ്ഞൊരു വ്യക്തിയായിരുന്നിരിക്കാം പൊതുവേ നിങ്ങൾ. അങ്ങനെയുള്ള ഒരാളിൽ നിന്ന് നിങ്ങൾ സ്വയം ഒരു ഉയർത്തെഴുന്നേൽപ്പ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പറയാം. ഈ ഒരു സമയത്ത് ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കാലമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. ഒരു വളരെയധികം നെഗറ്റീവ് എനർജിയിൽ നിന്ന് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജി, ഒത്തിരി സങ്കടകരമായിട്ടുള്ള അന്തരീക്ഷത്തിൽ നിന്ന് പോസിറ്റിവിറ്റിയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഇവിടെ ചില ആളുകളെ സംബന്ധിച്ച് ടാക്സ്, ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അടുത്തിടയ്ക്ക് ടാക്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ശരിയാവുന്നുണ്ട്. പൈസ കൂടുതലായിട്ട് ടാക്സ് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പൈസ തിരിച്ചു കിട്ടുന്നതോ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എന്തെങ്കിലും ലീഗലായിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റിലാവുന്ന ഒരു സമയം സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എമർജൻസി കാര്യങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഉള്ള സിറ്റുവേഷൻ, അതായത് പെട്ടെന്ന് എമർജൻസി ആയിട്ട് നിങ്ങൾക്ക് ആവശ്യങ്ങൾ എന്തെങ്കിലും വരുന്ന സമയത്ത് മറ്റുള്ളവരുടെ സഹായം ഒത്തിരി ലഭിക്കുന്നതായിട്ട് കാണും. സപ്പോർട്ട് സിസ്റ്റം കാണിക്കുന്നത് ചുറ്റുപാടുമുള്ള ആളുകൾ, ചിലപ്പോൾ അയൽവാസികളായിരിക്കാം, സുഹൃത്തുക്കളായിരിക്കാം, അങ്ങനെയുള്ള ആളുകളുടെ അടുത്തു നിന്നൊക്കെ ഒത്തിരി സഹായമൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അടുത്തിടെയായിട്ട് ഒത്തിരി നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു എങ്കിൽ അതിൽ നിന്നുള്ളൊരു മാറ്റം, അതിൽ നിന്നുള്ളൊരു ഉയർത്തെഴുന്നേൽപ്പാണ് ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിലും നിങ്ങൾ അല്ലെങ്കിൽ മാനസികമായിട്ട് നിങ്ങൾക്ക് ഒത്തിരി സംഘർഷമാണ്, അതിൽ നിന്നൊക്കെ കരകയറുന്ന ഒരു സമയം എന്ന് തന്നെ പറയാം ഈ ഒരു സമയം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വന്നിട്ട് 6 ഓഫ് കപ്സ് എനർജിയാണ്. സൗഹൃദത്തിൻ്റെ ഒരു മാസമാണ്. പുതിയ സുഹൃത്തുക്കളെ ലഭിക്കാം. ഉള്ള സുഹൃത്തുക്കളാണെങ്കിൽ അവർ ശരിക്കും സുഹൃത്തുക്കൾ, അത് നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കൾ, നിങ്ങളുടെ ആത്മമിത്രങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളോടുള്ള അവരുടെ ഇഷ്ടം അല്ലെങ്കിൽ അത് വളരെയധികം ആത്മാർത്ഥമായിരുന്നു എന്ന് തിരിച്ചറിയുന്ന ഒരു സമയം എന്ന് പറയാം. അങ്ങനെ ഒരു എനർജിയാണ്. സൗഹൃദത്തിൻ്റെ വില മനസ്സിലാക്കി തരുന്നൊരു മാസമായിരിക്കും എന്ന് പറയാം. പിന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം നല്ല രീതിയിൽ വിദ്യാഭ്യാസ കാര്യങ്ങളായിക്കോട്ടെ, സ്പോർട്സ്, ആർട്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒത്തിരി നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നൊരു സന്തോഷമൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ആ ഒരു എനർജി വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ് എന്നുള്ളതും കാണുന്നുണ്ട്. അതേപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി വൾണറബിൾ ആയിട്ടുള്ള, അതായത് അങ്ങനെയുള്ള എനർജി ഒരു എല്ലാം ഹൃദയം കൊണ്ട് ചിന്തിക്കുന്ന ആളുകളായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇമോഷൻസ് കൂടുതലായിരിക്കും ഈ ഒരു സമയത്ത്, ഓവർ ഇമോഷണൽ ആയിരിക്കും എന്നുള്ളതും സൺ കാർഡാണ്. അപ്പം ഓവർ ഇമോഷണൽ എനർജി എന്ന് പറയുമ്പോൾ ഇപ്പോൾ എന്തായാലും ഇമോഷൻസിന് അടിമപ്പെട്ടിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ട്. അത് ആ ഒരു എപ്പോഴും അങ്ങനെ ആയിരിക്കുന്നല്ല, പൊതുവേ മെച്യൂറായിട്ട് കാര്യങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഈ ഒരു ഓവർ ഇമോഷണലാവും. അപ്പോൾ ഈ സങ്കടം വരുമ്പോൾ പെട്ടെന്ന് ഭയങ്കരമായിട്ട് സങ്കടം പ്രകടിപ്പിക്കും, അല്ലെങ്കിൽ ദേഷ്യമാണെങ്കിലും ഭയങ്കരമായിട്ട് ദേഷ്യം പ്രകടിപ്പിക്കും, അഹം എന്നുള്ളൊരു ഭാവം ഫീൽ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ ഈ ഒരു എനർജിയൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി നിങ്ങളെ ഭയങ്കരമായിട്ട് ഒരു പിരിമുറുക്കത്തിലേക്ക് കൊണ്ടുവരാം. പക്ഷേ അതൊക്കെ ഇടയ്ക്ക് വന്നു പോകുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് അതിനെയൊക്കെ അതിജീവിച്ച് നിങ്ങൾ പൊതുവേ സുന്ദരമായിട്ടുള്ളൊരു ലൈഫായിരിക്കും ഈ ഒരു മാസം എന്ന് പറയാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്തെടുത്താൽ പൂർണ്ണമായിട്ടും ഒരു സന്തോഷം നിറഞ്ഞൊരു മാസമാക്കി ഈ ഒരു മാസത്തെ മാറ്റാവുന്നതാണ് നിങ്ങൾക്ക്. 3 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. സ്വന്തമായിട്ട് ബിസിനസ് കാര്യങ്ങളൊക്കെ തുടങ്ങാൻ പറ്റിയ സമയമാണ്. ഫിനാൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് റിസ്ക് എടുക്കാൻ പറ്റിയ സമയമാണ്. ഫ്രണ്ട്സ്, സൗഹൃദങ്ങളിൽ നിന്നൊക്കെ നല്ല സപ്പോർട്ട് പാർട്ട്ണർഷിപ്പിലൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക സഹായം കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി അതുപോലെ ലോൺ ശ്രമിക്കുകയാണെങ്കിൽ അതിനും സാധ്യതയുണ്ട്. പിന്നെ പറഞ്ഞ പോലെ ബിസിനസ് വലിയൊന്നും ലോണൊന്നും എടുക്കാതെ കുറച്ച് പൈസയ്ക്ക് സ്വന്തമായിട്ട് ചെറിയ രീതിയിൽ തുടങ്ങാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതെന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ തുടങ്ങാം. അതിൽ നിന്ന് വരുമാനം കുറച്ച് കിട്ടി തുടങ്ങുമ്പോൾ കുറച്ചുകൂടി പൈസ ഇട്ടിട്ട് ഒന്നും കൂടി വിപുലീകരിക്കുക. അങ്ങനെ ചെറിയ രീതിയിൽ, കാരണം വലിയൊരു ഒറ്റ ഇതിൽ തുടങ്ങേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. റിസ്ക് എടുത്താലും പ്രശ്നമൊന്നും വലിയ രീതിയിൽ കാണിക്കുന്നില്ല. അതായത് കുറച്ച് തുക ചിലവാക്കിയാലും
നഷ്ടങ്ങളൊന്നുമില്ല. എന്നിരുന്നാലും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതിനനുസരിച്ചായിരിക്കണം അത്. ഒരാൾ പറഞ്ഞ് കേട്ടിട്ട് വലിയൊരു തുകയ്ക്ക് ബിസിനസ് ഇറങ്ങാതിരിക്കുക. നിങ്ങളുടെ മനസ്സിൽ എന്ത് ഫീൽ ചെയ്യുന്നോ ആ രീതിയിൽ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.